അപ്പം കണ്ണന് ഞാൻ കാരണം ഒരുപാട് ചീത്ത പേരുകൾ കേട്ടു. ഞാൻ കാരണം കേൾക്കാത്തൊരു പേര് ആ പാവത്തിന് ഉണ്ടാവൂല. താനൊരു ഈശ്വരവിശ്വാസിയാണെന്ന് വിചാരിക്കുന്നു. പാവം കണ്ണൻ ഞാനൊരാള് കാരണം ഒരുപാട് കേട്ടു. കണ്ണനെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ ജനിച്ചതാണെന്നാണ് ഇപ്പോൾ ജസ്ന സലീം അവകാശപ്പെടുന്നത്. എന്തായാലും നല്ല ഒരു മനസ്സിനുടമയാണ് കേട്ടോ. സത്യത്തില് ഇവര് ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളത് കണ്ണന് മാത്രമല്ല, സ്വന്തം ഫാമിലിക്കും കൂടിയാണ് എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഏതാണ് ആ നാട്, ആ നാട്ടുകാർക്കും കൂടി നല്ല പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് നല്ല തെറിയും വാങ്ങിയിട്ടുണ്ട്. അത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെന്നുണ്ടെങ്കിലും നല്ല കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ഈ പ്രഹസനം കാണിച്ച് നടക്കുന്നത് അല്ലെ? കണ്ണനെ വരച്ച് വിൽക്കുന്നത് കൊണ്ടോ ആ ഒരു ബിസിനസ് നടത്തുന്നത് കൊണ്ടോ ഒന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ തട്ടമൂരലും തട്ടമിടലും മതവും ഇതൊക്കെ കുത്തിക്കേറ്റി അവസാനം ഉള്ള വില മൊത്തം അങ്ങ് കൊണ്ടേ കളഞ്ഞു. ആദ്യം നല്ല ഇമേജ് ആയിരുന്നു. സുരേഷ് ഗോപി ആണെങ്കിലും നരേന്ദ്രമോദിയൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു, കുമ്മനം രാജശേഖരനൊക്കെ. അവസാനം എന്തായി? മാളികാപുറത്തേറിയ മന്നന്റെ അത് അവസാനം കിട്ടിയ പണി അതല്ലേ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് കടക്കാം. എന്തൊക്കെയോ ജസ്ന സലീമിന് പറയാനുണ്ട്, കേക്കാം അല്ലെ. മുസ്ലിം കുട്ടി എന്നുള്ള ലേബൽ ഞാൻ ഒഴിവാക്കിയപ്പം അത് ആകെ തകിടം മറിഞ്ഞ് ഞാനൊരു എന്താ പറയാ ചിത്രകാരി എന്ന് ചിത്രകാരിയോ അല്ല, ഞാനല്ല പോലും വരയ്ക്കുന്നത്, വേറെ ആരോ വരയ്ക്കുന്നതാണ് പോലും. വേറെ ആരോ വരച്ചിട്ട് എന്റെ പേരിൽ സെയിൽ ചെയ്യുന്നതാണെന്ന് ഒരു വിഭാഗം ആൾക്കാർ. ചില വിഭാഗം ആൾക്കാർ പറയുന്നത് ഞാൻ ഭക്തയല്ല, കപട ഭക്തയാണ് എന്ന് പറയുന്നു. ഭക്തയാണോ ഭക്തയല്ലയോ എന്നുള്ളത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ലൈനാണ്. അത് മൂന്നാമതൊരാൾക്ക് പറയാനേ പറ്റൂല. പക്ഷെ ഇവരൊക്കെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാണ് ഞാൻ ഭക്തയല്ല എന്നുള്ളത്. അങ്ങനെ പല പല പേരുകളിലായിട്ടാണ് ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത്. കപടഭക്തയാണോ എന്ന് ചോദിച്ചാല് കപടഭക്തയാണ് എന്ന് തന്നെ ഞാനും പറയും. കാരണം തട്ടമിട്ട് വന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വരും, അത് കഴിഞ്ഞാൽ തട്ട അങ്ങ് ഊരിക്കളയും, റീലെടുക്കും, ബിസിനസ് നടത്താനുള്ള പരിപാടി നടത്തും. ഇതാണ് കുറെ കാലം ചെയ്തിരുന്നത്. ഇനി നിങ്ങൾ ഭയങ്കര ഭക്തയാണെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് മണ്ണിലും തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ളതാ. ഗുരുവായൂർ അമ്പലനടയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഒരു ഹിന്ദുവായ ഒരാൾ പോകുന്നത് കൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. മുസ്ലിമായ നീ പോകുന്നത് കൊണ്ട് ആളുകൾക്ക് പ്രശ്നമായി തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ വലിയൊരു കുഴപ്പം. നല്ല സൗഹൃദത്തോടു കൂടി പോകുന്ന ആളുകൾ ഉള്ളതാ. അവരുടെ ഇടയിലേക്ക് ആവശ്യമില്ലാതെ സംഘികൾക്ക് സംസാരിക്കാൻ ഒരു സാധനം കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കും. ജിഹാദി, അവള്, ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ പോലും ആ രീതിയിൽ ചിത്രീകരിക്കാൻ തുടങ്ങിയില്ലേ. ഗുരുവായൂർ ഭാഗത്തൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ കച്ചവടമൊക്കെ ചെയ്യുന്നതാ. അതിലേക്ക് പോലും ആരും പോകരുത് എന്ന രീതിയിലൊക്കെ RSSകാരും BJPക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടു. അതിനൊക്കെ വഴിയൊരുക്കി കൊടുത്ത നീയാ. നീ കപട ഭക്ത എന്നല്ലാതെ പിന്നെ എന്താ പറയാ? കോടിക്കണക്കിന് പൈസ കൊടുത്തിട്ട് മോഹൻലാലിനെയും മഞ്ജു വാര്യരെയൊക്കെ നമ്മുടെ മൈജി ഷാജിക്ക വിളിക്കുന്ന സമയത്ത് എനിക്കൊരു തട്ടം മതിയായിരുന്നു, എനിക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തട്ടം മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇഷ്ടം പോലെ ഓർഡർ കിട്ടുമായിരുന്നു. ഞാൻ വരച്ച് വീട് വെച്ചു, കാറ് മേടിച്ചു. ഒരു 33 വയസ്സുകാരിക്ക് പറ്റാവുന്നതിനെക്കാട്ടിലപ്പുറം. ഓക്കെ, അതായത് ആ തട്ടം ഇട്ടിട്ട് എല്ലാം നേടിക്കഴിഞ്ഞു. കാറ് വാങ്ങി, വീട് വെച്ചു, പിന്നെ തട്ടം പതുക്കെ അങ്ങ് ഒഴിവാക്കി. വേറെ ഇപ്പൊ എന്ത്, എല്ലാം നേടിയല്ലോ അല്ലെ. തട്ടം ഉപേക്ഷിച്ചത് എന്താ വെച്ചാൽ ഞാൻ ഈ മതവിശ്വാസി ഒന്നുമല്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാ. പക്ഷെ തട്ടം ഇട്ട് അന്ന് പ്രഹസനം കാണിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ട്. അതെങ്ങനെയെങ്കിലും ചിത്രങ്ങളൊക്കെ ഒന്ന് വിട്ടു പോകണം എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. ബുദ്ധിയായിരുന്നു, ഭയങ്കര ബുദ്ധിയായിരുന്നു. ഇത് തന്നെയല്ല ആളുകൾ പറഞ്ഞത് നീ കപട ഭക്തയാണ് എന്നുള്ളത്. ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളല്ല, 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നല്ല പഠിച്ച ബിരുദാനന്തര ബിരുദം പഠിച്ച ആൾക്കാർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിച്ചു. അത് എനിക്ക് കൃഷ്ണൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രാട്ടോ. അതൊരു കപടഭക്തൻ ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല. അത് കപടഭക്തക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുക. കാരണം ഇത് ഒരു മതത്തിൽ ജനിക്കുന്നു, ആ മതവിശ്വാസിയാണെന്ന് പറയുന്നു, ആ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രമിട്ട് നടക്കുന്നു, എന്നതിന് ശേഷം തലയിൽ ഒരു തട്ടിടുന്നു, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു, നിരന്തരമായിട്ട് വലിയ ചിത്രങ്ങൾ അവിടെ കൊടുക്കുന്നു, അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ബിസിനസ് നടക്കുന്നു, കച്ചവടം നടക്കുന്നു. ഒരുപാട് വിദ്യാഭ്യാസം നേടിയ ആളുകളെക്കാൾ കൂടുതൽ ഇത്തരം മതവിശ്വാസികളെ പറ്റി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാലങ്ങളായി നമ്മളത് കാണുന്നതല്ലേ. ഇവിടെ അത് തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായിന്നറിയോ? ഇവരൊരു കുഴപ്പമില്ലാതെ പോയിരുന്നതല്ലേ, അതിനിടയിൽ സംഘികളുടെ കൂടെ അങ്ങ് പോയി. സംഘികളുടെ കൂടെ പോയപ്പോ അവരാദ്യം തലയെ കയറ്റി വെച്ചു, ഓ മുസ്ലിം പെൺകുട്ടി ഇതാ കണ്ണനെ വരയ്ക്കുന്നു, അടിപൊളി എന്ന് പറഞ്ഞ് അവരാണ് പൊക്കി. പിന്നെ 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 അവർക്ക് കാര്യം മനസ്സിലായി, ഇത് റീൽസ് എടുക്കാനും ബിസിനസിന് വേണ്ടി മാത്രം കൂടെ കൂടിയത്. അവർ പതുക്കെ അങ്ങ് താഴെ ഇട്ടു. അതോടുകൂടി ഏറിപ്പോയി. പിന്നെ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾ നല്ല രീതിയിൽ അങ്ങ് തേച്ചൊട്ടിച്ചു. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇരു മതസ്ഥരെയും വെറുപ്പിച്ചു. വിശ്വാസികളായ ആളുകൾക്ക് അമ്പലത്തിൽ കയറി 2 ഫോട്ടോ എടുക്കണം, ഒരു വീഡിയോ എടുക്കണം തോന്നി അത് നടക്കാതായി, അവരെ പ്രാക്കിട്ടി.
അതേപോലെ തന്നെ നിരന്തരമായിട്ട് ഇസ്ലാം മതത്തിനെ അവഹേളിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് അവിടുന്ന് പണി കിട്ടി. ഇപ്പൊ ആരുമില്ല കൂടെ. പിന്നെ എങ്ങനെ ബിസിനസ് നടക്കുക? വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല, ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയാൽ മതി. മൂന്നാമതൊരാള് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് മതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനു ഇവരെ ഇടപെടുന്നു? പിന്നെ അത്രയും ഭയങ്കര വിശ്വാസിയാണെങ്കിൽ അന്യ സ്ത്രീയുടെ വീഡിയോ എന്തിനു കാണുന്നു? അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നല്ലേ? അന്യ പുരുഷന്മാരെ നോക്കാൻ പാടില്ല എന്നല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ? ഇപ്പൊ ഏതൊക്കെ ഉസ്താദുമാര് ഗൂഗിൾ പേ വെച്ചിട്ട് ദുആ ചെയ്യണേ നിങ്ങൾ ഈ സ്കാനറിൽ നിന്ന് പൈസ അയക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതായത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. വയതും കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവര് പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇനി അതൊക്കെ പോട്ടെ, ഇവരിതൊക്കെ പറയുന്നത് കൊണ്ടാണെന്നറിയോ? ഇവരതൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ എനിക്കെന്താ ചെയ്താൽ എന്നുള്ള ഒരു കാരണം കൊണ്ടാണെന്നുള്ളതാണ്. ഇവിടെ ഏതോ ഒരു വ്യക്തി ഇതേപോലെ QR കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പറ്റിക്കൽ പ്രസ്ഥാനം നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ഉസ്താദാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മതപ്രഭാഷണം പോലെ കളിയാക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇവർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ വിശ്വാസങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ യൂട്യൂബ് വഴിയൊക്കെ ഫണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അവരത് ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് ഞാനത് ചെയ്യണ നിർബന്ധമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പൊ ഇവർക്കും അറിയാം ചെയ്യണതൊക്കെ ഊളത്തരാണെന്നുള്ളത്. ജീവിച്ചു പോണ്ടേ, കാറുമായി വീടുമായി, ഇനി ചിലപ്പോ ലോറി എന്തെങ്കിലും വാങ്ങാനായിരിക്കാം. അല്ലേ? കേൾക്കുന്നില്ലേ? പ്രഭാഷണം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ സ്കാനറിൽ 10 രൂപ അയക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ നീട്ടി പറയുന്നത് എന്തുകൊണ്ടാ? അയാൾക്കുണ്ട് യൂട്യൂബ് ചാനല്. യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതെന്ന് അയാൾക്ക് അറിയില്ലേ? അത്രക്ക് വിശ്വാസികളാണ്. ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യനും യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കരുതല്ല, മോണിറ്റേഷൻ ഓഫ് ആക്കിയിടണ്ടേ? യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങരുതെന്ന് എവിടെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. അങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം വാങ്ങരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കാൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇസ്ലാം മതത്തിലില്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവര് എന്തുണ്ടാണ് പറഞ്ഞൊരു പിടുത്തൂല്ല. എന്തുകൊണ്ട് അവർ ഓണാക്കിയിട്ട് വീട്ടിലേക്ക് വരുമാനം മേടിക്കുന്നു? ശരിക്കും അത് മേടിച്ച് തിന്നാൻ പാടുണ്ടോ? കണ്ടോനെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന പൈസയല്ലേ? ഹറാമല്ലേ അത്? കണ്ടവനെ കുറ്റം പറഞ്ഞിട്ടല്ല ആ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഇസ്ലാം നാമധാരിയായ വ്യക്തി ഓരോ ഊളത്തരങ്ങൾ കാണിക്കുന്നു, ഹൈന്ദവരായ വിശ്വാസികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് പരദൂഷണക്കാരാവുന്നേ? ഏതോ ഒരു ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻസാരി ഉസ്താദിനൊക്കെ ആണ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് അവരെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മതത്തെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരൊക്കെ മതപരമായിട്ടല്ല ജീവിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അവരൊരു അന്യ സ്ത്രീയുടെ വീഡിയോ കാണാൻ പാടുണ്ടോ? ഇനിയിപ്പൊ അന്യ സ്ത്രീയുടെ അവളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അവളോടല്ല പറയണ്ടേ, അവളുടെ മാതാപിതാക്കളോട്, അവളുടെ ഭർത്താവിനോട്. എനിക്ക് ബാപ്പയുണ്ട്, എന്റെ ബാപ്പാനോട് സംസാരിക്കാം. പുരുഷനും നമ്മൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. എന്റെ വാപ്പാനോട് സംസാരിക്കും. ഇനിയിപ്പോ ഒരു സ്ത്രീയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ അവക്ക് ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുന്ന നേരം കൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ഉമ്മാനോട് സംസാരിക്കാം. അതല്ലല്ലോ അവര് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നന്നാവോ? നന്നായ ചരിത്രം ഉണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. നന്നാവാനും പോണില്ല. ഈ പ്രഹസനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. ഇവർ ഉപദേശിച്ചാൽ നന്നാവുന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ? പക്ഷെ കമന്റുകളൊക്കെ ഇടുന്നവരെ നേരിട്ട് പോയി കൈകാര്യം ചെയ്യുന്നത് കണ്ടു ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ഒരു കാര്യമുണ്ട്, റോട്ടുമ്മ കിടന്നിട്ട് പട്ടി ഉരയ്ക്കും എന്ന് വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പട്ടി ഉരയ്ക്കും ഒരു കല്ലെടുത്ത് എറിയുന്നതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ ഭർത്താവിന്റെ സുഹൃത്ത്, എന്റെ ഭർത്താവ് കുറെ കാലമായി പറയുന്നത്, എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് നിനക്ക് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നു, ഇനി നാട്ടിലൊന്ന് വരണം. ഭർത്താവിന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം അല്ലെ? ഭർത്താവിന്റെ സുഹൃത്താണ് അവൻ. ഇപ്പൊ നാട്ടിലൊന്ന് വരണം, എനിക്കൊന്ന് അവനെ കാണുന്നതിന്. ഇപ്പൊ ഏതാന്നൊന്നും ഇവൻ പറഞ്ഞിരുന്നില്ല. ഓക്കെ, നാട്ടുകാര് പോലും മെസ്സേജ് അയക്കാൻ തുടങ്ങി, കമന്റ് ഇടാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഭർത്താവ് വരാനൊക്കെ നിന്നിരുന്ന അങ്ങനെങ്കിലും 4 ആളാ ഭർത്താവിനെ കണ്ടോട്ടെ. എത്ര ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് പറഞ്ഞ കേട്ടോ, വന്നാലും നമുക്കൊരു തേങ്ങാക്കൂലില്ല. പക്ഷെ വിശ്വാസികളായ ആളുകൾ, അതിന് ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹൈന്ദവ മതവിശ്വാസികളായ ആളുകളാണെങ്കിലും ശരി, ഉപദ്രവിക്കരുത്. നിങ്ങൾ ഫോട്ടോ വിൽക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ ഈ വിഡ്ഢിത്തരങ്ങൾ വന്ന് വിളിച്ചു പറയുമ്പോൾ അത് ആളുകൾ ഇങ്ങനെ, അത് സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് ആളുകൾ അതിനുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. ഗുരുവായൂർ അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി, വീണ്ടും ഫോട്ടോ എടുത്തു, വീണ്ടും വീഡിയോ എടുത്തു. അതൊക്കെ വീണ്ടും ആ ആളുകളെ ചൊടിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ഭയങ്കര വെറുപ്പ് തോന്നും. അതിനൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾ, അവർക്കും തോന്നില്ലേ? നിങ്ങൾ കൃഷ്ണനെ വരച്ച് വിറ്റുണ്ടാക്കുന്ന പണം കൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും എന്താ ഹജ്ജിനാ ഉമ്മറക്കാറ്റം പോണെന്ന് പറയുന്നില്ലേ? ആ ഹജ്ജ് ഉമ്മറൊന്നും സ്വീകരിക്കൂല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ലാഹിലാഹ ഇല്ലല്ലാ എന്നാ പറയുന്നത്. മറ്റൊരു ദൈവത്തെ നമുക്ക് ആരാധിക്കാൻ കഴിയില്ല. ഇതര മതവിശ്വാസികളുടെ ദൈവത്തെ വരച്ച്
ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഉംറ ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ പണ്ടേ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനത് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. ഇങ്ങനെയുണ്ട് കുറെ ആളുകൾ, ഇസ്ലാം നാമധാരിയാണെന്ന് കരുതിക്കൊണ്ട് അവർ ഇസ്ലാം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.